എന്താടാ ഇത്? അമ്മേ, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഗാഥ ഇത് ചെയ്യത്തില്ല. നിന്റെ ഭാര്യയെ കൊണ്ട് അങ്ങനെ ഒരു വ്രതം എടുപ്പിക്കണ്ട എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ പിന്നെ ഈ കുടുംബത്തുണ്ടാവില്ല. അമ്മേ, എത്ര കാലമായി ഈ നെഞ്ചിനകത്ത് വിങ്ങല് കൊണ്ട് നടക്കുന്നത് എനിക്കറിയാം. വർഷങ്ങളായുള്ള പേടിയാ. വർഷങ്ങളായിട്ടുള്ള പേടിയോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഈ കുടുംബത്തിലെ ഏവരുടെയും ക്ഷേമത്തിന് വേണ്ടിയാ ഞാനീ പറയുന്നേ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല. ആരെയും അനുസരിപ്പിക്കണമെന്നും അടിമകളാക്കണമെന്നും കാരണവർ ബുദ്ധിയോടെ ചിന്തിച്ചതൊന്നും അല്ല ഞാൻ. ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുന്ന എനിക്ക് ഇനിയിപ്പോ ഒന്നും നേടാനുമില്ല. പക്ഷെ എന്റെ കണ്ണടയുമ്പോ നിങ്ങളെല്ലാവരും ഭദ്രമായി ജീവിക്കുന്നൊരു വിശ്വാസം എനിക്ക് വേണം. അതുകൊണ്ട് മാത്രം. മുത്തശ്ശി, എന്റെ മുത്തശ്ശി ഇത് വ്രതാനുഷ്ഠിക്കാൻ തയ്യാറാണെന്ന് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞതല്ലേ? നവീൻ, മുത്തശ്ശി ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. മുത്തശ്ശി മനസ്സില് നമ്മുടെ നന്മ മാത്രം ചിന്തിക്കുന്നെ. നവീൻ കരുതുന്നത് പോലെയൊന്നുമല്ല. ഈ വ്രതം എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഞാനിത് നവീന് വേണ്ടിയല്ലേ ചെയ്യുന്നേ. ഞാൻ വളർന്ന സാഹചര്യമൊന്നും ഇതല്ല. എന്നാൽ ഞാൻ നീ ജീവിക്കേണ്ടത് ഇവിടെയല്ലേ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള കളരിക്കല്. അപ്പോ ഇവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തേ പറ്റൂ. ഇനി നവീൻ എതിർക്കില്ല മുത്തശ്ശി. മുത്തശ്ശി, പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോ. ഒന്നല്ല, ഒരുപാട് തലമുറകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നിന്റെ വരവ്. ദൈവം തന്നതാ മോളെ നിന്നെ. ഈ വ്രതം പൂർത്തിയാക്കാൻ ഗാഥയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ കളരിക്കൽ കുടുംബത്തിന് ശാപവുമില്ല. നവീൻ വിവാഹം കഴിച്ചുകൊണ്ടുന്ന പെണ്ണിന് ആപത്തുമില്ല. ഇത് അവസാനം അമ്മയുടെ വായിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എപ്പോഴും അങ്ങനെയാണല്ലോ, ഓരോന്ന് പറഞ്ഞു മോഹിപ്പിക്കുക, അത് കഴിഞ്ഞ് വന്നത് അനുഭവിച്ചോളാൻ പറയാ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇപ്പൊ ഇങ്ങനൊരു വ്രതത്തിന് ഗാഥ തയ്യാറാവുന്നു ഞാൻ കരുതിയോ? കാശുകാരിയാണ്, വിദേശത്തൊക്കെ പഠിച്ചവളാണ്. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അവളെ നിഷേധിക്കാന്നല്ലേ എല്ലാവർക്കും തോന്നുക? എങ്ങനെ നിഷേധിക്കാനാ? എല്ലാവരും തേനൊലിപ്പിച്ചോണ്ടല്ലേ പറയുന്നേ. അവൾക്കും അറിയാം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് കളരിക്കല് പിന്നെ അവൾക്ക് രാജസ്ഥാനമാണെന്ന്. പക്ഷേ അവൾ അങ്ങനെ വ്രതം പൂർത്തിയാക്കണ്ട. എങ്ങനെയെങ്കിലും നമുക്കത് മുടക്കണം. എന്റെ പൊന്നു നിർമ്മലേ, വ്രതം മുടക്കണമെന്നൊക്കെ പറഞ്ഞ ആരുടെ പേരിലുള്ള വ്രത? നാഗദൈവങ്ങൾക്ക് വേണ്ടിയുള്ള വ്രതമാണ്. കലി കയറി നാഗദൈവങ്ങൾ പുറത്തിറങ്ങിയാലേ ആദ്യം ഉന്നമിക്കുന്നത് നിന്നെ ആയിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം. ഓ അയ്യോ, എന്നാലേ അങ്ങേ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരൂ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാള് കളരിക്കൽ കുടുംബത്തിന്റെ സർവാധികാരിയായിട്ട് കണ്ടു നിൽക്കണോ? നമ്മുടെ മോളുടെ ഭർത്താവോന്ന് കരുതിയൊരുത്തൻ വേറൊരുത്തിയുടെ കൂടെ ജീവിതം നയിക്കുന്നത് കണ്ടു നിന്ന് മിണ്ടാതെ നിൽക്കണം. എന്റെ നിർമ്മലെ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. എല്ലാം പൊളിയുകയും ചെയ്തു. ഇനി ഇതൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ അവസ്ഥ. ഞാൻ ചാവുന്നത് വരെ ഇതൊന്നും നിർത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ എളുപ്പം ചത്തോളൂ. നിങ്ങളൊന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? യാതൊരു ഉപകാരവും ഇല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാനും സമ്മതിക്കില്ല.
മോളെ കീർത്തി, ഈ അച്ഛൻ പറയുന്ന പോലെ ഒന്നുമല്ല. എടുക്കുന്ന വ്രതം പൂർത്തിയാക്കാതെ വന്നാൽ നാഗദൈവങ്ങളുടെ ദേഷ്യം അത് പൂർത്തിയാക്കാത്ത ആളോടായിരിക്കും. ഏതെങ്കിലും രീതിയിൽ വ്രതം മുടങ്ങിപ്പോയാല് അത് അനുഭവിക്കേണ്ടത് അവളാ. അതിന് നമുക്കെന്താ? അവസരങ്ങൾ അവസാനിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് 41 ദിവസം ഉണ്ടല്ലോ. ആ ദിവസങ്ങൾ എണ്ണുന്നത് പോലെ നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാം. അതിനിടയില് ഈ വ്രതം നമുക്ക് മുടക്കാം. എനിക്ക് ഈ വ്രതത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഈ കുടുംബത്തിന് വിശ്വാസമുണ്ട്. എടോ, എന്താണെങ്കിലും വ്രതം നാളെ രാവിലെയല്ലേ തുടങ്ങുള്ളൂ. ഇപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്നതിന് എന്താ കുഴപ്പം? തൊടുന്നോണ്ട് എന്താ കുഴപ്പം? അതൊന്നും ശരിയല്ല. നോക്ക്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നമുക്കിടയിൽ അത് ശരിയാണ്. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് ഈ വ്രതത്തിന്റെ കാര്യങ്ങളൊന്നും അത്ര ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. ഇപ്പൊ വ്രതത്തിലല്ലല്ലോ. അതുകൊണ്ടേ ആരെങ്കിലും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എനിക്കൊരു ഉമ്മത. തൽക്കാലം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം, അല്ലാതെ പോവില്ല.